ഹലോ, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ വിങ്സ്. അപ്പോൾ ഏഞ്ചൽ വിങ്സിന്റെ ക്രിസ്മസിന്റെ അടുത്ത എപ്പിസോഡാണ്, എല്ലാവരും കാണണം. ലാസ്റ്റത്തെ എപ്പിസോഡ് കാണാത്തവരൊന്ന് കണ്ടോളൂ കേട്ടോ. ഫസ്റ്റ് എപ്പിസോഡ് ക്രിസ്മസിന് ഞങ്ങൾ ബethlehem പോയതിന്റെ അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. പിന്നെ എല്ലാവർക്കും പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളും ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും തീർന്നിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ഒരു സമയം നമ്മുടെ ലൈഫിൽ വരുന്നില്ല. എല്ലാ പ്രശ്നവും തീർന്നിട്ട് നമ്മൾ ഉണ്ടാവുന്ന ഒരേ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. അപ്പോൾ അതുകൊണ്ട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇസ്രായേലിലുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ജോലിയുടെ സ്ട്രെസ്സും നമ്മളിവിടെ ഒറ്റപ്പെട്ടുള്ള ജീവിതം എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇടയ്ക്കൊക്കെ ശബാത്ത് എടുത്ത് ഓഫ് എടുത്ത് ഫ്രണ്ട്സിനൊക്കെ ഒപ്പം എൻജോയ് ചെയ്യുക. അതല്ലെങ്കിൽ മടുത്തു പോകും കേട്ടോ. എല്ലാവരും വീഡിയോ കാണാം, ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും കിട്ടുന്നതല്ല, ഞാൻ എതിർക്കട്ടെ. അയ്യോ, നിങ്ങളൊന്നും പോകുന്നില്ലേ? നിങ്ങളൊക്കെ കണ്ടോ? പോകുന്നില്ലേ? ഫോട്ടോ എടുത്തിട്ട് അതിന് താഴെ പോണോ? ഇന്നെങ്ങനെ കൊത്തുവോ? മണിക്കൂറെ കൊട്ടു തുടങ്ങേണ്ട നോക്കിയിരിക്കും. ഇതൊരു കൊട്ടു തുടങ്ങണല്ലേ അവര്. ഇന്ന് വൈകുന്നേരം കൊട്ടു തുടങ്ങൂല. അവരെന്തൊക്കെ കൈ പിടിച്ചേക്കണേ. ക്യൂട്ടായിട്ടുള്ള പിള്ളേരെന്നറിയോ? പലസ്തീനിലെ പിള്ളേരാണേ. ആ ചിരി കാണുമ്പോട്ടില്ല കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. എന്ത് ഭംഗിയ പിള്ളേരുകളെയൊക്കെ കാണാൻ. മുട്ട പപ്സ് അവരിന്ന് കൊടുത്തു. പെണ്ണുങ്ങളെ കാണാൻ
കഴിക്കാനായിട്ടാണ് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോൾ കയറാൻ പറ്റുന്നില്ല. അതെ, എന്നിട്ട് പരിപാടിയായിരുന്നു അതുകൊണ്ട് മഞ്ഞിട്ടാണ്. ഇനി എവിടെയാണ് യേശു ജനിച്ച സ്ഥലം? ഇതാരാന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇത് അവിടെ വല്ല ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. എൻ്റെ ഇന്റർവ്യൂ എന്തൊക്കെയാന്ന് തോന്നുന്നു, മനസ്സിലായില്ല. പക്ഷെ നല്ല അടിപൊളിയാണ്. കമ്മ പോലൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക. ഒത്തിരി നേരം, എനിക്ക് തോന്നുന്നു ഒരു 1-1.5 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടത്. കഴിഞ്ഞ വർഷം ഈ സ്ഥാനത്ത് ഒരൊറ്റ മനുഷ്യൻ ഉണ്ടായില്ല. എത്ര വട്ടം വേണം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവിടെ HDMC സ്ഥലത്തേക്ക് പോകായിരുന്നു. കാരണം ഒറ്റ ആൾക്കാരുണ്ടായില്ല. ഇപ്രാവശ്യം തിരക്ക് നോക്കി പറഞ്ഞതിൽ ഒരു പ്രയോജനമില്ല.
main focus na. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ പ്രിപ്പറേഷൻ പറയുന്നില്ല, വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. അതാ കാണുന്ന അവിടെയാണ്, അവിടെ കുമ്പിട്ടുന്നുണ്ടല്ലോ അവർ, അവിടെയാണ് യേശു ജനിച്ച കറക്റ്റ് പ്ലേസ്. എൻ്റെ അപ്പുറം ക്യാമറയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇസ്രായേലി യൂട്യൂബർ, ഞാനൊരു പാവം മലയാളി ഇല്ല സിനിയാണേ. സിനിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു, ആദ്യമായിട്ട് നേരിട്ട് കണ്ടത്. ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് മുത്തിയിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ കഴിഞ്ഞ വർഷം നന്നായിട്ട് ഞങ്ങൾ അവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് പ്രാവശ്യം അധികം അവിടെ നിന്നില്ല, പെട്ടെന്ന് പോകുന്നു. അകത്തോട്ട് The cave, but this is the original way. Yes, this okay, is the original way of the cave. Thank you. എല്ലാവരും ഇവിടെ കുമ്പിട്ട് കിടക്കണം. എന്നിട്ടെന്ന് അറിയാൻ വേണ്ടി ചെന്താട്ടോ. അപ്പോൾ അതേ ഇവിടെ പടികളുണ്ട്. ഇതാണ് ശരിക്കും യേശു ജനിച്ച എക്സാക്ട് പ്ലേസിലോട്ടുള്ള ആ ഒരു പടികൾ വെച്ചേക്കണണ്ട. ആ സംഭവം അതാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ അയാൾ പറഞ്ഞതിനുള്ള പിടിയിട്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പ് വയ്ക്കുക കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ വെളുപ്പിന് കുർബാന ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ ശരിക്കും കാണാൻ പറ്റി. ഇപ്രാവശ്യം എന്താ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പുറത്തോട്ട് പോവുകയാണ് ഇനി. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ അകത്ത് ചൂടായിരുന്നു. ഇതാണ് ഓറഞ്ച്. ഒരുത്തി ഇവിടെ ഓറഞ്ച് കട്ട് പറിക്കുന്നു. ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോയിലിടും. ബെത്ലഹേമിലൊന്ന് ഓറഞ്ച് കട്ട് പറിക്കുന്ന കല്ലുകൾ. എന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ട് കരയുന്നതാണോ? സാരില്ല, ഞാൻ സത്യം എടുത്തില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇടും. ഇത് ഇച്ചിരി വൃത്തിയുള്ളതാ. ഇതാ ഇവിടെ ക്യൂ നോക്ക്. ആണങ്ങടെ അവിടെ പറഞ്ഞേ. മനസ്സിലായല്ലേ? അയാൾ ട്രീ എടുക്കുന്നത് അയാളുടെ നന്നായിട്ട് ട്രീ കിട്ടി. ഞങ്ങളേക്ക് എടുക്കണേ ഏട്ടാ. ഇതൊക്കെ ആരാ? ഇവിടുത്തെ വല്ല പ്രധാനമന്ത്രിയൊക്കെയാണോ? ഒരെണ്ണത്തിനും കണ്ടിട്ട് മനസ്സിലാവണില്ല. ഇവിടെയൊക്കെ ഉണ്ട്. എന്താ ഇവിടെ നടന്നതല്ല അറിഞ്ഞ ആരുടെ കയ്യിലോ കൊടുത്തു. ചോദിക്കാണ് ഈ പടി വേണത്. അതാ പെണ്ണ്. മല ഇറങ്ങുവാ.
ക്യാപ്ഷൻ കൊടുക്കാവോ? മലയിറങ്ങുന്ന പിച്ചക്കാരൻ. മലയിറങ്ങുന്ന പിച്ചക്കാരൻ. അങ്ങനല്ല, സാധാരണ എല്ലാവരും ഇതുകൂടെ അല്ല 38 വയസ്സുള്ള ഇങ്ങനെ പിടിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പച്ചനെ കോലിക്കിട്ട് കുത്തി ഇവിടുന്ന് ഇനി അടുത്ത ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വരും. അവര് വിസിറ്റിങ്ങിന് വന്നാട്ടോ, പലസ്തീനിൽ വന്നാന്ന് തോന്നുന്നു, ഇസ്രായേലിലല്ലാന്ന് തോന്നുന്നു കേട്ടോ, ചോദിക്കാൻ വിട്ടുപോയി അത്. ആ ആണോ? ഞങ്ങളോട് വർക്ക് ചെയ്യണവര് കെയറായിട്ട് അവിടെ കണ്ടു കഴിഞ്ഞതാണോ? അവിടെ ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട് ഇപ്പൊ, എന്തൊക്കെയോ കഴിഞ്ഞ വർഷം ഒന്നും ഇല്ലാത്തത്. ശരി, തരികട നീയാന്ന് നിന്നെ കണ്ടപ്പോ മനസ്സിലായി മലയാളിയാന്ന്, അത് കാരണം. എടാ മലയാളി തരികടനെ കണ്ടപ്പോ മനസ്സിലായി നീയാണ് മലയാളി ആണാ? നീ പേടപ്പേ ഞങ്ങളവിടെ അവിടെ ഇത് കാണാൻ നിൽക്കായിരുന്നു. യേശു ജനിച്ച സ്ഥലം കാണാൻ ക്യൂലായിരുന്നു. നിങ്ങൾ പൊളിച്ചൂല്ലേ? ഏത് പാട്ട് വെച്ച്? മലയാളം പാട്ട് തന്നെ വെച്ചിട്ട് ഹിന്ദി പാട്ടും വെച്ചിട്ട് അവര് മൊത്തം കൂടിയിട്ട് അവിടെ ആണോ? അയ്യോ, എന്നതാ? അപ്പൊ അതെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതിന്റെ ഒരു ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ജെറുസലേമിൽ കൂടെ പോയിരുന്നു. നല്ല മഴയും മഴയത്ത് പെട്ടുപോയ അവസ്ഥയായിരുന്നു ജെറുസലേം പോയിട്ട്. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പൊ ആ ഭാഗം കൂടി ഉടനെ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ശരി, ബൈ.